വിൽക്കുമ്പോൾ പരമാവധി വില ലഭിക്കണോ? ചെയ്യേണ്ടത് ഇത്രമാത്രം, അറിയേണ്ടതെല്ലാം. സ്വർണവില കുതിച്ചുയരുന്നത് കണക്കിലെടുത്ത് പലരും പഴയ സ്വർണം വിൽക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ പലപ്പോഴും പ്രതീക്ഷിച്ച വിലയ്ക്ക് സ്വർണം വിൽക്കാൻ നമുക്ക് സാധിക്കാറില്ല. നിക്ഷേപകര് സ്വർണത്തെ ഒരു സുരക്ഷിത ആസ്തിയായി കണക്കാക്കുന്നു. കറൻസികളിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ സ്വർണവില പലപ്പോഴും ഉയരും. ഇത് അതിനെ ലാഭകരമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളെ ലാഭമുള്ള ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന് ചില തന്ത്രവും അറിവും ആവശ്യമാണ്. സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ലാഭം നേടുന്നതിന്റെ രഹസ്യം ആരംഭിക്കുന്നത് ശരിയായ വിലയ്ക്ക് അത് വാങ്ങുന്നതിലൂടെയാണ്. സ്വർണവിലകൾ അസ്ഥിരമായിരിക്കും. ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ വില മുകളിലേക്കോ താഴേക്കോ ചാഞ്ചാടാം. ഇത് മുതലെടുക്കാന് സ്വർണവിലയിലെ പ്രവണതകൾ പരിശോധിച്ച് വിലയിടിയുമ്പോൾ വാങ്ങണം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ഹാളുമാർക്ക് പരിശോധിക്കുക. സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന മാർഗമാണിത്. സ്വർണ പരിശുദ്ധി കാരറ്റിലാണ് അളക്കുന്നത്. 24 കാരറ്റ് എന്നത് ശുദ്ധമായ സ്വർണമാണ്. താഴ്ന്ന കാരറ്റ് ആഭരണങ്ങളില് 18 കാരറ്റ് പോലുള്ളവ മറ്റു ലോഹങ്ങളുടെ മിശ്രിതം കൂടി അടങ്ങിയിരിക്കും. ഇത് പുനർവിൽപ്പന മൂല്യത്തെ ബാധിച്ചേക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്വർണത്തിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. അതിന്റെ മൂല്യം കണക്കാക്കാൻ ഇനി പറയുന്ന ഈ ലളിതമായ സമവാക്യം ഉപയോഗിക്കാം. നിലവിലെ വിപണി വില കണ്ടെത്തുക എന്നതാണ് അതിൽ പ്രധാനം. സ്വർണവില സാധാരണയായി ഗ്രാമിലാണ് കണക്കാക്കുന്നത്. 24 കാരറ്റ് സ്വർണത്തിന്റെ ഏറ്റവും പുതിയ വില ഗ്രാമിന് 8749 രൂപ ആണ്. 18 കാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില 6635 22 കാരറ്റിന് 8060 രൂപയുമാണ്. മൊത്തം മൂല്യം കണക്കാക്കുക എന്നതാണ് അടുത്ത പ്രക്രിയ. നിങ്ങളുടെ ആഭരണങ്ങളുടെ ഭാരം ഗ്രാമിൽ ഗുണിക്കുക. നിങ്ങളുടെ 18 കാരറ്റ് സ്വർണ മാലയ്ക്ക് 5 ഗ്രാം ഭാരമുണ്ടെങ്കിൽ അതിന്റെ മൂല്യം ഏകദേശം 5 ഗുണം 6635 33,175 രൂപ ആയിരിക്കും. വിൽക്കാൻ സമയമാകുമ്പോൾ പറ്റിയ ജ്വല്ലറി കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ലൈസൻസുള്ള ജ്വല്ലറികളെയും സ്വർണ്ണ ഡീലർമാരെയും നോക്കുക. ഒന്നിലധികം പേരെ സമീപിച്ച് ഓഫറുകൾ താരതമ്യം ചെയ്യുക. വിൽക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ആഭരണങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ ആഭരണങ്ങൾ രേഖപ്പെടുത്തുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുക. നഷ്ടപ്പെട്ടാൽ വാങ്ങുന്നയാളുടെ റീഇംബേഴ്സ്മെന്റ് പോളിസി പരിശോധിക്കുക. സ്വർണ്ണാഭരണങ്ങൾ ഒരു നല്ല നിക്ഷേപമാകുമെങ്കിലും അത് എല്ലായ്പ്പോഴും സ്വർണ്ണ നാണയങ്ങളോ ബാറുകളോ പോലെ ലാഭകരമല്ല. ആഭരണങ്ങളിൽ പലപ്പോഴും പണിക്കൂലിയും വേസ്റ്റേജ് ഫീസും ഉൾപ്പെടുന്നു. ഇത് നിങ്ങളുടെ വരുമാനം കുറയ്ക്കുന്നു. കൂടാതെ തേയ്മാനം, പോറല് എന്നിവ പുനർവിൽപ്പന മൂല്യം കുറയ്ക്കും. ലാഭം പരമാവധി ലഭിക്കാൻ കാലാതീതമായ ഡിസൈനുകളും ഉയർന്ന പരിശുദ്ധിയും ഉള്ളവ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഒരു നിക്ഷേപമായി വാങ്ങുകയാണെങ്കിലും അധിക പണം സമ്പാദിക്കാൻ വിൽക്കുകയാണെങ്കിലും വിപണിയെ മനസ്സിലാക്കുകയും സമഗ്രമായ ഗവേഷണം നടത്തുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നിങ്ങളുടെ സ്വർണത്തിന്റെ മൂല്യം അറിയുന്നതിലൂടെയും വിശ്വസനീയരായ ജ്വല്ലറികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെയും സ്വർണ്ണാഭരണങ്ങളെ ലാഭകരമായ ഒരു ആസ്തിയാക്കി മാറ്റാൻ കഴിയും. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിക്ഷേപ നിർദ്ദേശമല്ല. ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓഹരി നിക്ഷേപങ്ങൾ വിപണികളിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് എന്ന വസ്തുത എപ്പോഴും ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം.